കാസർഗോഡ് മഞ്ചേശ്വരം പഞ്ചായത്ത് പരിധിയിൽ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം വഴിയിൽ തള്ളുന്നു എന്ന് പരാതി. നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടാകുന്നില്ല. മാലിന്യ സംസ്കരണത്തിനായി പണം നൽകിയിട്ടും ദുരിതം മാറുന്നില്ല എന്ന പരാതിയിലാണ് നാട്ടുകാർ. ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ ഹരിതകർമ്മസേനാംഗങ്ങൾ ഓരോ വീട്ടിൽ നിന്നും 50 രൂപ വീതം ഫീസ് ഈടാക്കിയാണ് മാലിന്യം ശേഖരിക്കുന്നത്. എന്നാൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ ജനങ്ങൾ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതമാണ്. ശേഖരിക്കുന്ന മാലിന്യം കൃത്യമായ സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിനു പകരം വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മഴക്കാലം ആരംഭിച്ചതോടെ വഴിയിൽ തള്ളിയ മാലിന്യങ്ങൾ മഴവെള്ളത്തിൽ ഒലിച്ചു പോവുകയും പരിസരമാകെ അഴുക്കും ദുർഗന്ധവും നിറയുകയാണ്. മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ പ്രദേശത്ത് തെരുവുനായ ശല്യവും രൂക്ഷമാണ്. റോഡിൽ മുഴുവൻ കച്ചറ തന്നെ. ആ കമ്പത്ര കുറഞ്ഞിട്ട് ഈ റോഡിലിടുന്നു. അതിനാണ്ട് ബിൽഡിങ്ങിൽ വാടക കൊടുക്കുന്നവർ അതേ പണി ചെയ്യുന്നത്. അവർ വാടക മേലേക്ക് ഈ ശരി ഇടുന്നല്ലാണ്ട് മറ്റുള്ളവർക്ക് ഒരു വാടക കൊടുക്കുന്നവർക്ക് സിസ്റ്റമൊന്നുമില്ല. അവർ കുറഞ്ഞിട്ട് കച്ചറ കുറഞ്ഞിട്ട് പോയിട്ട് അതും ഇടുന്നുണ്ട്. ഈ പൈസ മേടിച്ചിട്ട് ഇവരും കൊണ്ടിട്ടിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വല്ലാതൊരു ബുദ്ധിമുട്ടി. മഴക്കാലത്ത് മനുഷ്യന്മാർക്ക് നടക്കാനും കഴിയുന്നില്ല, പോകാനും കഴിയുന്നില്ല, ചേറ് തെറിച്ചിട്ട് നാട്ടത്തിലേക്കും സഹിക്കാനില്ല. ഈ മാതിരി ബുദ്ധിമുട്ടുകൾ നടക്കുന്നുണ്ട്. അത് പഞ്ചായത്ത് അധികൃതർ കിടന്നു ഉറങ്ങലല്ല, ഒന്ന് അന്വേഷിച്ച് നോക്കണം. നായകൾ മാലിന്യം കടിച്ചു കീറി റോഡിലാകെ വലിച്ചിടുന്നു. സ്കൂളിലേക്കും മദ്രസകളിലേക്കും പോകുന്ന വിദ്യാർത്ഥികൾക്കും നായകൾ ഭീഷണിയാണ് ഉയർത്തുന്നത്. മാലിന്യത്തിന് സമീപം തമ്പടിക്കുന്ന നായ്ക്കൾ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന സംഭവങ്ങളും നിരവധിയാണ്. റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ പകർച്ചവ്യാധികൾക്ക് കാരണമാകുമോ എന്ന ആശങ്കയും നാട്ടുകാരിലുണ്ട്. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.